ഹായ് പ്രിയ. ഹായ്. ഹായ്. വാ ഇറങ്ങ്. ഇറങ്ങണം. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഡീൽ ചെയ്യല്ലോ. ധൈര്യത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡാഡി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? പിന്നെ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? അതെ അതെ. എന്നാലും ഡാഡിയും മോളോട്ട് തോന്നും. ഏയ് ഒരിക്കലും ഇല്ല. നല്ല സുന്ദരനല്ലേ? അതെ. ഡാഡിയുടെ പേരെന്താ പറഞ്ഞ? വാസുദേവൻ. അവസാനം വല്ല പിള്ള എന്നാരോ എന്തെങ്കിലും ചേർക്കും? ഇല്ല. അപ്പോ MT വാസുദേവൻ. MT ഇല്ല, വെറും വാസുദേവൻ. ഓ വെറും വാസുദേവൻ. ഓക്കെ ഓക്കെ. വെറും വാസുദേവൻ. എന്താ ഇത് കേക്ക്, ഇത് ലഡു. അല്ല ഇത് ജിലേബി, ഇത് ലഡു. അതൊക്കെ എനിക്കറിയാം. എന്തിനാ ഇതൊക്കെ? തിന്നാൻ. മദർ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ചുമ്മാ തിന്നാനായിട്ടേ. എനിക്കിതൊക്കെ വാങ്ങിത്തരാൻ നിങ്ങൾ ആരാ? ഞാൻ യൂനിസേ വാസുദേവനെ. യൂനസ് വാസുദേവനോ? അല്ല പ്രിയംവദയുടെ. ഓ പ്രിയംവദയുടെ ഡാഡിയാണല്ലേ? നിങ്ങൾ എന്റെ കൈ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എന്താ ആ കുട്ടി അഴിച്ചുവിട്ടിരിക്കുകയാണോ? എന്തൊക്കെ തോന്നിവാസങ്ങൾ ആ കുട്ടി കാട്ടിക്കൂട്ടുന്നറിയോ? സമയത്തിന് ക്ലാസ് വരില്ല, വന്നാ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് ഇരിക്കണോ? ഉഴപ്പി നടക്കാണ്. എന്തൊക്കെ വേഷം കെട്ടിയ കോളേജ് വരുന്നെന്നറിയോ? മദർ ക്ഷമിക്കണം. ക്ഷമ എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല. വേണ്ട, അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ സുഖം? പ്രാന്തോ? അതെ അതെ, അവളൊരു മെന്റൽ പേഷ്യന്റാ. ഓ ജീസസ്. അതെ മദർ, അവളുടെ മനസ്സൊട്ടും വിഷമിപ്പിക്കരുതെന്ന സൈക്കാട്രിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. വിഷമിപ്പിച്ചാൽ അവളൊരു ഭ്രാന്തിയായി മാറും. നിങ്ങൾ കരയാതിരിക്കൂ. എന്തുകൊണ്ട് എന്നോട് ഇത് നേരത്തെ പറഞ്ഞില്ല? അത് പുറത്തു പറയാമോ? അവളൊരു പെൺകുട്ടിയല്ലേ, അവളുടെ ഭാവി ഈശ്വരൻ. സാരമില്ല, ഞാനിത് ആരോടും പറയില്ല. അവളുടെ ഇഷ്ടം പോലെ നടന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മദർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ മിസ്റ്റർ വാസുദേവൻ. വെറും വാസുദേവൻ. പറ, എന്താ പറഞ്ഞേ? എന്ത് പറയാൻ? സംഗതി ക്ലീൻ. ശരിക്കും പറ. എന്നെ കണ്ടപ്പോ തന്നെ ഒന്ന് ഭയന്നു. മേലിൽ പ്രിയക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു. പോരെ? എന്താ എന്നെ അഡ്രസ് ചെയ്തെന്നറിയോ? എന്താ? യങ് മാൻ. ഡാഡി, ഞങ്ങൾക്ക് പ്രിയയുടെ ഫ്രണ്ട്സ്. ഏത് ഡാഡി? ആരുടെ ഡാഡി? പൊടി. എന്ത് മനുഷ്യനാ? ഇവളുമാർക്കത് കണ്ണു കണ്ടൂടെ? ഡാഡിന്ന് പോയി തന്റെ പോയി വിളിക്കട്ടെ. ഡാഡിന്ന് പകര് പോ. അയ്യോ സോറി, ഞങ്ങൾക്കിന്നൊരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് മീറ്റിംഗ്? ഞങ്ങളുടെ കോളേജ് ഡേക്ക് ഞങ്ങള് ഫസ്റ്റ് BA എക്കണോമിക്സ് ഒരു ഫാഷൻ ഷോ ചെയ്യണ്ടേ, അതിന്റെ ഒരു ആലോചന. കഷ്ടമുണ്ട് കേട്ടോ പ്രിയ. ഇന്നൊരു നൂൺ ഷോക്ക് പോണെന്ന് ആശ. ഇന്നും പറ്റില്ല. അടുത്ത ആഴ്ച ഉണ്ടല്ലോ നൂൺ ഷോ. അപ്പൊ ലവ് സ്റ്റോറി തീർന്നു പോവില്ലേ? ഹലോ, ഒന്ന് വന്നേ. ഞാൻ നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. ആരാ അത്? ഇയാളാണോ? അയാള് ആ മക്കളെ വളർത്തുമ്പോ ഇത്തിരി അച്ചടക്കത്തോടെ വളർത്തണം, പ്രത്യേകിച്ച് പെൺമക്കളെ. അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട് പോണവര് അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റും. ആരാ? എന്റെ തന്തയുടെ മോളുടെ. ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പ്രശ്നം ഉണ്ടാക്കരുത്. അതൊന്നും മോളെ ഉപദേശിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. എന്നപ്പോ ഓക്കെ ഓക്കെ ഓക്കെ. ഏതാവൻ? ഇവനാ ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആലുക്ക. മാമുക്കേ? മാമുക്കയല്ല, ആലൂക്ക. ആലുക്ക ജ്വല്ലറി ഇവന്റെ എന്നാ ഭാവം. എന്നാ അവരുമായിട്ടൊരു ബന്ധവും ഇല്ല. ഞാൻ അറിയാത്ത ആലൂക്കേത്? എന്താ അവന്റെ അപ്പന്റെ പേര്? ജോസഫ് എന്നായിരിക്കും. സാജൻ ജോസഫ് ആലുക്കാണ് അവന്റെ പേര്. ജോസഫോ? ഇലക്ട്രിക് ജോസഫ് ആണോ? ഇലക്ട്രിക് ജോസഫോ? ആലൂക്കാസ് ഇലക്ട്രിക്കൽസ് നടത്തിയിരുന്ന ജോസഫ് ആലുക്ക ഉണ്ടായിരുന്നു. ബടാ പാർട്ടി ആയിരുന്നു. ഇപ്പൊ പൊളിഞ്ഞ് പാപ്പരായിരിക്കാണ്. കുതിരപ്പന്തയത്തിൽ കമ്പം കയറി തുളഞ്ഞത്. ഇതെന്താ ചോക്ലേറ്റോ? ഇതാരാ ചോക്ലേറ്റ് ഉണ്ട് അറിയുന്നേ? അത് ഈ കാക്ക കുത്തിക്കൊണ്ട് ഇപ്പൊ വീണതായിരിക്കും. കാക്കയുടെ ശല്യത്തിന് കൂടുന്നുണ്ട്. എന്നെങ്കിലും ഒരു നൂൺഷേക്ക് വരുമോ? എനിക്കിന്ന് ടൈമില്ല. എന്നെ പറ്റിക്കുകയാണല്ലേ. എന്റെ ഐസ്ക്രീം തിന്നും, എന്റെ ചോക്ലേറ്റ് തിന്നും, എന്റെ കാറിൽ കയറും, എന്നെ വാസുദേവനാക്കും. എന്നെ ഒരു നൂൺഷേക്ക് വിളിച്ചാൽ മാത്രം വരില്ല. പത്രത്തിലുണ്ട്. നൂൺഷേക്ക് വരില്ലെന്നോ? റാങ്ക് MA റിസൾട്ട് വന്നാലും പറയായിരുന്നേ. MA 3rd റാങ്ക് ഫിലോസഫി. പ്രിയയുടെ കോളേജിൽ പഠിക്കുന്ന ചെക്കനെ കിട്ടിയത്. സാജൻ ജോസഫ് ആലൂക്ക. പത്രത്തിൽ പടമുണ്ട്.